സംസ്ഥാനത്തെ രാസലഹരി ശൃംഖലയുടെ താഴെത്തട്ടിനെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡുകൾ പതിവായതോടെ ചെറിയ അളവിൽ രാസലഹരി വിൽപ്പനയും കടത്തും നടത്തിയിരുന്നവരിൽ ഏകദേശം 90% പിൻവാങ്ങിയതായി പോലീസ് സൂചിപ്പിക്കുന്നു. എന്നാൽ ഹൈടെക് വിതരണ ശൃംഖലകൾ ഇപ്പോഴും സജീവമാണെന്നാണ് വിലയിരുത്തൽ. പ്രൊഫഷണലുകൾക്കും റേവ് പാർട്ടികൾക്കും വലിയ തോതിൽ ലഹരി എത്തിക്കുന്ന ഹൈടെക് വിതരണക്കാർക്കെതിരെ ഇതുവരെ കാര്യമായ തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞിട്ടില്ലെന്നും അധികൃതർ സമ്മതിക്കുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ്, എക്സൈസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവയുൾപ്പെടെ വിവിധ ഏജൻസികളുമായി ചേർന്നുള്ള ഊർജിത പരിശോധനകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടക്കുന്നത്. രാസേതര ലഹരി വസ്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ രാസലഹരിയുടെ വില വളരെ കൂടുതലായതിനാൽ ചെറിയ അളവിൽ പോലും പിടിച്ചെടുക്കുന്നത് ചെറുകിട വിതരണക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. ഇതാണ് ചെറുകിട വിതരണക്കാർ പിൻവാങ്ങാൻ പ്രധാന കാരണമെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. യുവാക്കളിലേക്ക് രാസലഹരി എളുപ്പത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും പോലീസ് അവകാശപ്പെടുന്നു. എന്നാൽ സിനിമാ താരങ്ങൾ, വിവരസാങ്കേതിക വിദ്യ മേഖലയിലെ പ്രൊഫഷണലുകൾ, ബിസിനസ്സുകാർ തുടങ്ങി സമൂഹത്തിലെ ഉയർന്ന വരുമാന വിഭാഗങ്ങൾക്കിടയിലെ ലഹരി വിപണിയിൽ കാര്യമായ കുറവ് വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആവശ്യക്കാർക്ക് നേരിട്ട് ലഹരി കൈമാറാതെ സന്ദേശം അയക്കൽ ആപ്പുകളിലൂടെ മുൻകൂട്ടി സ്ഥലമറിയിച്ച് അവിടെ ലഹരി നിക്ഷേപിച്ചു പോകുന്ന രീതിയാണിപ്പോൾ വ്യാപകമായിരിക്കുന്നത്. ഡ്രോപ്പ് ആൻഡ് ടേക്ക് മാതൃകയിലാണ് ഇത്തരത്തിലുള്ള മാഫിയ ശൃംഖല പ്രവർത്തിക്കുന്നത്. ഈ വിതരണ ശൃംഖല കണ്ടെത്തി തകർക്കുക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ അടുത്തതും ഏറ്റവും ദുഷ്കരവുമായ ദൗത്യമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. താഴെത്തട്ടിലെ ലഹരി വിപണി തകർക്കുന്നത് മാത്രം പോരെന്നും ഇപ്പോഴും സജീവമായ ഹൈടെക് വിതരണ ശൃംഖലകളെ ലക്ഷ്യമിട്ട് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.